അപ്പോൾ ഞാനിന്ന് വന്നുള്ളത് ചില ടൈപ്പ് മനുഷ്യരെ കുറിച്ചിട്ടൊന്ന് പറയാൻ. ചില ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ചില ആൾക്കാരുണ്ട് ഈ പൊട്ടക്കിണറ്റിലുള്ള തവളവനെ പോലെ. മീൻസ് പൊട്ടക്കിണറ്റിലുള്ള തവള എന്ന് പറയുമ്പോൾ അവർക്ക് ആ പൊട്ടക്കിണറാണ് അവരുടെ ലോകം. മീൻസ് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് ശരി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വലുതാവുന്നവരെ പുറത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടാവില്ല. സോ ദേ ഓൺലി നോസ് വാട്ട് അവർ വീട്ടിൽ നിന്ന് എന്താണ് ലേൺ ചെയ്യണത്, അല്ലെങ്കിൽ ആ വീടിൻ്റെ ആ സൈഡിൽ നിന്നും ആ പരിസരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് എന്താണ് ലേൺ ചെയ്യണത്, അതാണ് അവർക്ക് ശരി. മീൻസ് അതിപ്പോൾ തെറ്റായിട്ട് അവിടുന്ന് പലരും പറഞ്ഞു കൊടുത്താലും പക്ഷേ അവർക്ക് അതാണ് ശരി. മീൻസ് സം തിങ്സ് അത് അവർ വലുതാവുന്ന പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല. സോ അവിടെ എന്തൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അത് മാത്രമാണ് അവർക്ക് ശരി. വേറെ എന്തെങ്കിലും അവർ കണ്ടു കഴിഞ്ഞാൽ അവരതിനെ കളിയാക്കുമോ. കുറച്ച് ടൈപ്പ് മനുഷ്യരെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ പൊട്ടക്കിണറ്റിൽ എടുക്കുന്ന തവള അവരെ പുറത്തിട്ട് കഴിഞ്ഞാൽ, ആ കിണറ്റിൽ നിന്ന് എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ പുറം ലോകം കണ്ടാലും അവർക്ക് വലുത് അവരുടെ അവിടുത്തെ ആ സ്ഥലവും അവിടുത്തെ റൂൾസുമാണ്. മീൻസ് അവിടെ കേട്ടതും കണ്ടതുമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ചെരുപ്പ്, ഇപ്പോൾ ഒരാൾ ചെരുപ്പിടാണ്. സോ ഇടത്തെ ചെരുപ്പിട്ടാൽ വലത്തെ ചെരുപ്പിടാവൂ എന്ന് അവർക്ക് അവിടെ പഠിപ്പിച്ചു. മീൻസ് ചെറുപ്പത്തിൽ തൊട്ട് ഈ വലുതാവുന്നവരെ ആ ഏരിയയിൽ മീൻസ് പുറത്തിറങ്ങാത്ത ഒരാളാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു വീടിൻ്റെ ഉള്ളിൽ മാത്രം അധികം പുറത്തേക്കൊന്നും പോകാതെ അങ്ങനെ നടക്കുന്ന ഒരാൾ, അവർക്ക് അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അവർ വലുതായിട്ടൊന്ന് പുറത്തേക്ക് വന്നു, വേറൊരാൾ വലത്തെ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ് വലത്തെ കാലിൽ ഫസ്റ്റ് ചെരുപ്പിട്ട് ഇടത്തെ കാലിൽ ചെരുപ്പിടണം കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരൊപ്പം ഉള്ള ആൾക്കാരും കൂടിയിട്ട് ഈ ആളെ കളിയാക്കും. അത് ശരിയാണോ തെറ്റാണോ എന്നൊരു ചിന്തിക്കില്ല. മീൻസ് ഇത് അവരെന്താ ചിന്തിക്കുന്നത് വെച്ചാൽ അവരുടെ സ്ഥലത്ത് പറഞ്ഞത് മാത്രമാണ് കറക്റ്റ്, ബാക്കിയുള്ളവരും ചെയ്യുന്നത് കറക്റ്റ് അല്ല എന്നുള്ള രീതിയിലാണ് അവരെ ചിന്ത വരിക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാക്കി കാര്യങ്ങൾ അറിയുന്നില്ല, പുറം ലോകം അറിഞ്ഞിട്ടില്ല. സോ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണതിൽ. ഓപ്പോസിറ്റ് ആൾ ചെയ്യുന്നത് തെറ്റ് എന്നല്ല അതിൻ്റെ അർത്ഥം. അത് അവരുടെ രീതിയിൽ ചെയ്യുന്നു, നമ്മൾ നമ്മുടെ രീതിയിൽ ചെയ്യുന്നു. സോ ഈ ആൾക്കാരെ അവരവരുടെ രീതിയിൽ ചെയ്തോട്ടെ, ഓപ്പോസിറ്റുള്ള ആൾ അവരുടെ രീതിയിൽ ചെയ്തോട്ടെ. പക്ഷെ ഇവരുടെ രീതി മാത്രമാണ് കറക്റ്റ് എന്ന് കൊണ്ട് നടക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, അത് അവരുടെ ഇഷ്ടം. ഫോർ ദംസെൽഫ്. പുറത്തുള്ള ഒരാൾക്ക് അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത് നിർബന്ധിക്കുന്നത് ശരിയല്ല. ആൻഡ് പുറത്തുള്ള ഒരാൾ വേറെ രീതിയിൽ ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ കൂട്ടം കൂടി ഒന്ന് കളിയാക്കുക, അതൊരു ശരിയായ കാര്യമല്ല. സോ ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് വേ. മീൻസ് ഐ ഹാവ് ഫേസ്ഡ് സംതിങ് ഇഷ്യൂസ് ലൈക്ക് ദാറ്റ്. സോ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്, ശരിക്കും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളല്ല. എനിക്ക് ഫേസ് ചെയ്തത് വേറെ ഡിഫറൻസ് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു പാത്രം ആദ്യം ഉൾഭാഗം കഴിഞ്ഞിട്ട് പുറം ഭാഗം കഴുകാൻ പാടുള്ളൂ എന്ന് ഒരു വീട്ടിൽ അല്ലെങ്കിൽ അവിടെ സ്ഥലത്ത് പഠിപ്പിച്ചു. സോ ഇവർ വലുതായിട്ട് പുറത്ത് വല്ലയിടത്തും ചോദിക്കാൻ പോയി. അവിടെ താമസിക്കുന്നിടത്ത് ഓപ്പോസിറ്റുള്ള ഒരാൾ അവർ പുറത്ത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കഴിക്കണമെങ്കിൽ അവരെ കളിയാക്കും, ഇങ്ങനെയല്ല കഴുകുക. പിന്നെ ഉപദേശമാണ്, മീൻസ് കളിയാക്കി ചിരിക്കുക, മറ്റുള്ളവരെ കളിയാക്കുക, ബട്ട് വിത്തൗട്ട് നോയിങ് എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. മീൻസ് ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ ലോകം മൊത്തം കറങ്ങി വന്നിട്ട് എല്ലാ സ്ഥലത്തെയും പാത്രങ്ങൾ എങ്ങനെ കഴുകുക എന്ന് അറിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരാളായിരിക്കാം. എന്നാലും അവരെ കളിയാക്കും. എന്നാലും ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെയും കൂടി ചെയ്യാമെന്ന് പറഞ്ഞാലും അവർ സമ്മതിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ അവിടെ പണ്ട് തൊട്ടേ അങ്ങനെ പഠിപ്പിച്ചു. അത് മറ്റുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് അവർ സമ്മതിച്ച് തരില്ല. എങ്ങനെ പോയാലും അവർ റിസർച്ച് ചെയ്യൂല, ഇത് ചിന്തിക്കൂല, എങ്ങനെയും ചെയ്യാമെന്നുള്ളത് ചിന്തിക്കില്ല. ബട്ട് അവർ പറഞ്ഞ് മാത്രമാണ് കറക്റ്റ്, അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥലത്ത് പറഞ്ഞ് മാത്രമാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന കുറേ ആൾക്കാർ. കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, എത്ര പറഞ്ഞാലും അവർ ആക്സെപ്റ്റ് ചെയ്ത് ചെയ്തില്ല. മീൻസ് ചിലപ്പോൾ അവർക്ക് അവിടെ പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് പറഞ്ഞു കൊടുത്ത് തെറ്റായിരിക്കാം. അത് ശരിയാക്കി നമ്മൾ പറഞ്ഞു കൊടുത്താലും, പുറം ലോകത്തേക്ക് വരുമ്പോൾ ശരിയായിട്ടുള്ള രീതി പറഞ്ഞു കൊടുത്താലും അതും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അവർക്ക് അവരുടെ രീതി മാത്രമാണ് കറക്റ്റ്. സോ അവർക്ക് അവരുടെ രീതി മാത്രമാണ് കറക്റ്റ്, അത് അവർ ചെയ്തോട്ടെ. പക്ഷെ പുറം ലോകത്ത് പോയിട്ട് ചിലപ്പോൾ തെറ്റായിട്ടുള്ള കാര്യം തെറ്റായിട്ട് ചെയ്യുമ്പോൾ ശരിയാക്കി പറഞ്ഞു കൊടുത്ത് അവരെ ആക്സെപ്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ, അതൊരു വലിയൊരു പ്രശ്നമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരും അവർ പിന്നീട് തിരുത്താൻ നിൽക്കില്ല. അവർ തെറ്റാവും പറയേണ്ടാവും, അവർ തെറ്റാണെന്ന് എപ്പോഴും തെറ്റാന്നല്ല ഉദ്ദേശിക്കണം. പക്ഷെ അവർ തെറ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർ ശരി അറിയുമ്പോൾ അത് ശരിയാന്ന് പറഞ്ഞു കൊടുക്കാൻ നിൽക്കില്ല, അവർ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അപ്പം അവിടെയും കുറേ പ്രശ്നങ്ങളുണ്ട്. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം ഓക്കെ ശരിയാണ്, നമ്മൾ പഠിച്ചുള്ള കാര്യങ്ങൾ ശരിയാണ്, ബട്ട് അതിനർത്ഥം ഓപ്പോസിറ്റുള്ള ആൾ ചെയ്യുന്നത് തെറ്റെന്നല്ല. അവർക്ക് അവരുടെ രീതി, നമുക്ക് നമ്മുടെ രീതി എന്ന് വെച്ചിട്ട് ഓപ്പോസിറ്റുള്ള ആളെ കളിയാക്കി ചിരിക്കുക, അവരെ ഉപദേശിക്കാൻ നടക്കുക, അതിലല്ല ശരി. ശരിയായിട്ടുള്ള കാര്യങ്ങൾ ആര് പറയണോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഉള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ അവർ ഓപ്പോസിറ്റായിട്ടുള്ള ആൾ വേറെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചിന്തിക്കണം, അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാതെ അവരെ നേരിട്ട് കളിയാക്കി ഇടുകയല്ല. അവരും ചെയ്യണത് ശരിയായിരിക്കാം, അവരുടെ രീതിയിൽ അത് ശരിയായിരിക്കാം. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞു. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.